ആർക്കും തടയാനൊക്കില്ല. അതാണ് കാലം. ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇന്ന് പറയുന്നവരെല്ലാം നമ്മുടെ ധർമ്മത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാലം. അടുത്ത വർഷം എനിക്ക് ബോധ്യമുണ്ട് ഇത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്തും. കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, ധർമ്മത്തിനെതിരാണ് എന്ന് പറഞ്ഞാലും അവരും ഒരു കൃഷ്ണനോ ഒരു കേശവനോ ഒരു രാമകൃഷ്ണനോ ഒക്കെയാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടെ തിരുനാവായിലുള്ള കുംഭമേളയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഞാൻ വന്നത് എൻ്റെ ധർമ്മത്തിൻ്റെ ആവശ്യമാണ് ഞാൻ ഇവിടെ വരിക എന്നുള്ളത് കൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അധികം ഒന്നും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും സനാതനധർമ്മം ഒരിക്കലും താഴ്ന്നു നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹമല്ല. പുറമോട്ട് ചിന്തിക്കുക, നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ പെങ്ങന്മാരെ എങ്ങനെയാണ് പിച്ചി ചീന്തിയത്. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. നമസ്തേ, ആത്മീയ ആചാര്യൻ ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാനാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. പ്രണാമം. ഡൽഹിയിൽ നിന്ന് ഇവിടെ തിരുനാവായിലുള്ള കുംഭമേളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജ സ്രോതസ്സായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാതാരബിന്ദുകളിൽ നമിക്കുന്നു. ഒപ്പം ഭഗവാൻ മുകുന്ദൻ്റെ പാതാരബിന്ദുകളിൽ നമിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ പാതാരബിന്ദുകളിൽ നമിക്കുന്നു. നിളാ നദിയുടെ തീരം പല ജന്മങ്ങളിൽ ജനിച്ച് ഈ ജന്മത്തിൽ കിട്ടിയ പുണ്യം സനാതനധർമ്മ വിശ്വാസികളായ ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാവരോടും ഞാൻ കൈകൂപ്പി വണങ്ങി പറയുകയാണ്. എല്ലാവരും ഇവിടെ വരിക. ഇവിടെ ജനത്തിൻ്റെ സാഗരമാണ്. അസൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. ഇവിടെ വരിക. ഈ പുണ്യ തിഥികളിൽ ഏവരും സ്നാനം ചെയ്യുക. നമ്മുടെ ആയുസ്സിൽ കിട്ടിയ ഒരു മഹാപുണ്യമായി ഇതിനെ കാണുക. ബുദ്ധിമുട്ടുകൾ ഒന്നും ഒരു ബുദ്ധിമുട്ടായി കണക്കാക്കരുത്. ഇവിടെ വളരെയധികം തിക്കും തിരക്കുമുണ്ട്. സന്യാസി സമൂഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് സമയനിഷ്ഠകളൊന്നും തന്നെയില്ല. ഏവർക്കും ഇവിടെ വരാം. ഇവിടെ വന്ന് സ്നാനം ചെയ്യാം. ഒപ്പം വൈകുന്നേരം നടക്കുന്ന നദി പൂജ നടക്കുന്നുണ്ട്. നിളാ നദിയുടെ പൂജയാണ് ആരതി. ആരതിയിലും പങ്കുചേർന്നതിന് ശേഷം ഏവർക്കും തിരിച്ചു പോകാനുള്ളൊരു സൗകര്യമാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അധികം ഒന്നും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും സനാതനധർമ്മം ഒരിക്കലും താഴ്ന്നു നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത് നമ്മുടെ ധർമ്മത്തിൻ്റെ തിരിച്ചുവരവിന് ഒരു തുടക്കം കുറിച്ചു എന്ന് വേണം പറയാൻ. അതിന് കാരണമായി വന്നത് ആനന്ദവനം മഹാമണ്ഡലേശ്വരജിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടായതാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. നമ്മൾക്ക് സനാതനധർമ്മ വിശ്വാസികൾക്ക് ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാനുള്ളൊരു അവസരം അദ്ദേഹമായിട്ടാണ് നമുക്ക് വഴികാട്ടിയായി കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇത് കാലത്തിൻ്റെ ഒരു മാറ്റം, സനാതനധർമ്മത്തിൻ്റെ തിരിച്ചുവരവ്. രണ്ട് തരങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞെങ്ങി ഞെരിയുന്ന ശ്വാസം മുട്ടുന്ന ഒരു ധർമ്മമാണ് ഇന്നത്തെ നിലയിൽ നമ്മുടെ കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഒരു സമൂഹം 72 വേശ്യകൾക്ക് പുറമേ നടക്കുന്ന ഒരു സമൂഹം, വരുമാനത്തിൽ 10% കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം, ഈ ദുഷ്കർമ്മികൾ നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മളെ നശിപ്പിച്ച സമയത്തും അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നവരുടെ പരമ്പരകളാണ് ഇന്ന് നമ്മൾ ഇവിടെയുള്ളത്. അത് വളരെ ഗർഭം. നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വസ്തുത നിലനിൽക്കാൻ എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് വിചാര രീതികളുള്ള സമൂഹം അവരൊന്ന് മനസ്സിലാക്കുക. കുറച്ചെങ്കിലും അവർക്ക് മാനുഷിക മൂല്യം നിലനിൽക്കുന്നുവെങ്കിൽ, അവർക്ക് സഹാനുഭൂതി അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പുറമോട്ടൊന്ന് ചിന്തിക്കുക. ഇന്ന് അവരുടെ അമ്മയെയും പെങ്ങന്മാരെയും മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ പൂർവികരായിട്ടുള്ള അമ്മമാരെയും പെങ്ങന്മാരെയും
ഏത് തരത്തിൽ പിച്ചി ചീന്തിയിട്ടാണ് നിങ്ങളെ ഈ മതത്തിലേക്ക് അവർ കൊണ്ടുപോയത് എന്ന് നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. എല്ലാവരും, എനിക്ക് ആരോടും ശത്രുതയില്ല. എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. അന്യമതസ്ഥർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. നിങ്ങൾക്ക് സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരുവാനുള്ളൊരു അവസരമാണ്, കാലമാണ്. ഈ കാലത്തെ നിങ്ങൾ ചവിട്ടി തേച്ച് കളയരുത്. പുറമോട്ട് ചിന്തിക്കുക. നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ പെങ്ങന്മാരെ എങ്ങനെയാണ് പിച്ചി ചീന്തിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഈ ധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് ഈ മലപ്പുറത്ത് തന്നെ നമ്മൾക്ക് സനാതന ധർമ്മ വിശ്വാസികൾക്ക് ഒരു ഭാഗ്യമെന്നോണം നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ കൈകൂപ്പി എല്ലാവരോടും പറയുകയാണ്. നിങ്ങൾ ആരും എൻ്റെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് 72 പേശുമാരെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. 10% കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. സനാതന ധർമ്മത്തിൽ നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങൾ തിരിച്ചു വരിക. എൻ്റെ ധർമ്മത്തിലേക്ക്, നിങ്ങളുടെ പൂർവ്വധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ആരും നിങ്ങൾക്ക് എൻ്റെ കഴുത്തിന് നേരെ വാളോങ്ങാം. പക്ഷെ ഒന്നോർക്കുക, നിങ്ങൾ എൻ്റെ ശത്രുവല്ല, നിങ്ങൾ എൻ്റെ മിത്രങ്ങൾ മാത്രമാണ് എന്നും. നിങ്ങളിതെന്നും മനസ്സിലാക്കും എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കാലമതാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ധർമ്മത്തിലേക്ക്, ഈ സനാതന ധർമ്മത്തിലേക്ക്, മാനുഷിക മൂല്യമുള്ള ഈ സനാതന ധർമ്മത്തിലേക്ക് വരുവാനുള്ള അവസരമാണ്. ഇത് പാഴാക്കരുത്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കുക, ഈ ജന്മത്തിൽ മോക്ഷം വേണോ അതോ 72 വേശ്യമാരോട് കിടക്കണോ എന്ന്. അത് മനസ്സിലാക്കണം. തിരിച്ചു വരിക. എൻ്റെ മിത്രങ്ങളല്ലേ നിങ്ങൾ തിരിച്ചു വരണം. വന്നേ മതിയാകൂ. നിങ്ങൾ തിരിച്ചു വന്നില്ല എങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ വന്നിരിക്കും, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഇന്ന് എൻ്റെ ധർമ്മത്തിൽ നിന്നും മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ അവരുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ പാപമാണ് ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കണം. സനാതന ധർമ്മത്തിലേക്ക് നിങ്ങൾ എത്രയും വേഗം തിരിച്ചു വരണം. ഇത് നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ്. ഈ ജന്മത്തിൽ ജനിക്കാവുന്ന പുണ്യമാണ്. തിരിച്ചു വരിക. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വരിക. ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങി നീരാടി ധർമ്മം സ്വീകരിക്കുക. ഇത് അവസരമാണ്. നമ്മൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചു കാലം മുൻപ് വരെ സനാതന ധർമ്മത്തിന് വളരെയധികം എതിരായിരുന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് മുൻപൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുംഭമേളയിലൊക്കെ മലയാളികളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുംഭമേള മുതൽ നമുക്ക് കാണാൻ സാധിച്ചു ഒരുപാട് മലയാളികൾ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയത് നമ്മൾ കണ്ടു. സ്വാമി ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വര ആയ സമയത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. അപ്പൊ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പാതയിലേക്ക് കേരളം വരുന്നുണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കമാണിത്. കാലത്തിൻ്റെ ഒരു പോക്ക്. ഈ ലോകം മൊത്തവും നിങ്ങൾക്കറിയാം, മറ്റു മതസ്ഥർ എന്ന് പറയുന്ന മറ്റ് മതസ്ഥർ എന്ന് എനിക്ക് അവരെ വിളിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്താരീതി മാത്രമാണ്. അവർക്ക് ഈ ലോകം എമ്പാടും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് അതിന് ഇനി മാറ്റം വരാനുള്ളത്. അതാകും. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുകുന്ദൻ്റെ നാമം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നിരിക്കും, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എൻ്റെ മിത്രങ്ങളായ മറ്റു മതസ്ഥർ എൻ്റെ ധർമ്മത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അവർക്കൊരു സ്വാഗതം ഒതുന്ന ഒരു അവസരമായിട്ടുകൂടി ഞാൻ കണക്കാക്കുകയാണ്. അവർ വരണം, വന്നേ മതിയാകുള്ളൂ. സനാതന ധർമ്മം എന്നും ജയിച്ചു തന്നെ നിൽക്കണ്ടേ, അതിന് വന്നേ മതിയാകൂ. അവർ വരും, എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ നമ്മള് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതില് പറയാം ഒരു വലിയൊരു കൾച്ചർ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആ കൾച്ചറിനെ പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. ഹൈന്ദവർ എന്ന് പറയുന്നത് ഒരു മതം മാത്രമായി കാണുന്നതല്ലേ പ്രശ്നം? ശരിയാണ്. ഇത് മതമല്ല, ഇതൊരു ജീവിതചര്യയാണ്. ഇതൊരു സ്നേഹത്തിന്റെ ഭാഷയാണ്. ഇതിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ ബഹുമാനിക്കുക, സ്ത്രീകളെ അമ്മയായി കാണുക, സ്ത്രീകളെ ദേവിയായി കാണുക, അത് നമ്മളുടെ ഈ ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. അവരെ പെറ്റമ്മയെ അമ്മയെന്ന് വിളിക്കാറുണ്ട്, പക്ഷെ അവർക്ക് ആ മാന്യത കൊടുക്കുന്നില്ല. നമ്മുടെ ധർമ്മത്തിൽ, എൻ്റെ ധർമ്മത്തിൽ എൻ്റെ അമ്മ ദേവിയാണ്, എൻ്റെ സഹോദരി ദേവിക്ക് തുല്യമാണ്. അതാണ് നമ്മുടെ ധർമ്മം. അത് മറ്റൊരു ധർമ്മത്തിലുമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. ഈ ഒരു അവയർനെസ് ഈ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ആയുസ്സിൽ ലഭിക്കാവുന്ന ഭാഗ്യം വേറെ എന്താണ്? ഈ ധർമ്മത്തിൻ്റെ
ഒരു മാറ്റത്തിന് നമ്മൾ കാരണമാകുക. ഇത് കൂടുതൽ ഭാഗ്യം ഈ ജന്മത്തിൽ നമുക്ക് സന്യാസി ശ്രേഷ്ഠന്മാർ, കേരളത്തിൽ ആകമാനം സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് മുഖപരിചയമുള്ള ഒരുപാട് സന്യാസി വര്യന്മാരെ കാണുമെന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ഒരുപാട് സന്യാസി വര്യന്മാരുണ്ട്, എനിക്ക് മുഖപരിചയമുള്ളവരെ ഒരുപാട് കാണുമെന്ന് അവർ വന്നിട്ടില്ല. വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരിക്കാം. ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്യാണ്, എത്രയും പെട്ടെന്ന് തിക്കും തിരക്കും വർദ്ധിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒഴുക്കാണ് ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു ഊർജം എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു, ഇപ്പൊ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുമ്പോൾ UP സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കുംഭമേളയ്ക്ക് വേണ്ടി ഒരു മന്ത്രി ഉത്തർപ്രദേശ് ഗവൺമെന്റിലുണ്ടല്ലേ, അതിനു വേണ്ടി ഒരു സെക്ഷൻ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് സർക്കാർ. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, തുടക്കം മുതലേ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലൊരു മഹാമാഘമേള സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അവസാനമായി രഥോത്സവം വരെ തടയുന്ന ഒരു സാഹചര്യം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ടു. അപ്പോൾ സനാതനധർമ്മത്തെ പേടിക്കുന്ന, അതല്ലെങ്കിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയക്കുന്ന ഒരു പറ്റം ജനങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലേ? ഇല്ല, എൻ്റെ നോട്ടത്തിൽ അവർ ഭയക്കുന്നില്ല, അവർ ആമാന്തിച്ച് നിൽക്കുകയാണ്. അവസരം കാത്തു നിൽക്കുന്നതിൻ്റെ ഒരു തിളപ്പാണ് നമുക്ക് കാണുന്നത്. അവർ വരും. ഈ കാലം കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടക്കമാണ് മാമാങ്കം ഇവിടെ കൊണ്ടാഘോഷിക്കുന്നത്. 271 വർഷക്കാലം നമ്മുടെ ധർമ്മത്തെ ചവിട്ടി മെതിച്ച് കളഞ്ഞൊരു കാലം, അതിനിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. അന്നേരം അവരെല്ലാം വരും നമ്മുടെ അരികിലേക്ക്. നമ്മൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊക്കെ അവർ തടസ്സം നിന്നു എന്ന് പറഞ്ഞു. അത് അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താരീതിയാണ്. ഇവർക്കറിയില്ലായിരുന്നു മാമാങ്കം ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ സനാതനധർമ്മ വിശ്വാസികൾ ഒന്നടങ്കം കടൽ പോലെ ഒഴുകിയെത്തുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഇപ്പോൾ അവർ കണ്ടിരിക്കുന്നു. അടുത്ത വർഷം എനിക്ക് ബോധ്യമുണ്ട്, ഇത് സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്തും. UP ഒന്ന് ആലോചിച്ച് നോക്കുക, സർക്കാരാണ് നടത്തിയത്. എന്തുകൊണ്ട് കേരള സർക്കാർ അത് നടത്തിയില്ല എന്നൊരു ചോദ്യം വരും. അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരുന്നു. ഇക്കാലം അത്രയും അവർ ദൈവവിശ്വാസികൾക്കെതിരായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കാലം മാറി, അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തടസ്സപ്പെടുത്തിയിട്ടെങ്കിലും അവർ മുന്നോട്ട് പോയിക്കാനുള്ള ഒരു അനുവാദം, മൗനാനുവാദം നമുക്ക് തന്നിരിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് നമ്മുടെ ഭാഗമാണല്ലോ. നമ്മൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, ധർമ്മത്തിനെതിരാണ് എന്ന് പറഞ്ഞാലും അവരും ഒരു കൃഷ്ണനോ ഒരു കേശവനോ ഒരു രാമകൃഷ്ണനോ ഒക്കെയാണ്, അല്ലേ? അവർ നമ്മൾക്ക് എൻ്റെ മിത്രങ്ങളാവാതിരിക്കുന്നില്ല, അവരും എൻ്റെ മിത്രം. പക്ഷെ കുറച്ച് ആ കാലതാമസം മാറി, കാലം മാറിയിരിക്കുകയാണ്. ഈ നദിയുടെ ഒഴുക്ക് ഇനി സനാതനധർമ്മത്തിൻ്റെ ഒഴുക്കായിട്ട് വരാൻ പോവുകയാണ്. ആർക്കും തടയാനൊക്കില്ല. അതാണ് കാലം. ഈ ലോകത്ത് ആര് തടഞ്ഞാരും അത് നിൽക്കുവാൻ പോകുന്നില്ല. ഇന്ന് രഥയാത്ര തമിഴ്നാട്ടിൽ തടഞ്ഞു എന്ന് പറഞ്ഞു, നടക്കുന്നു. അത് പൂർവാധികം ഭംഗിയായി നടക്കും. അതാണ് അതിൻ്റെ ഒരു വെയ്പ്പ്. അത് നടന്നിരിക്കും, എൻ്റെ വിശ്വാസമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇന്ന് പറയുന്നവരെല്ലാം നമ്മുടെ ധർമ്മത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാലമാണ്. അത് വന്നേ മതിയാകും. അത് തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമുക്കൊന്നും അതിനകത്ത് പറയേണ്ടതായിട്ടില്ല. ഇപ്പൊ തിരുനാവായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് തിരുനാവായയിലൂടെ ഒഴുകുന്ന നിളാനദി എന്ന് പറയുന്നത്. അത്തരം ഒരു നദിയിൽ സ്നാനമെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാവരുടെയും വലിയൊരു ഭാഗ്യമായി തന്നെയല്ലേ അവർ കണക്കാക്കേണ്ടത്? തീർച്ചയായും. ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ള നദികളെ അപേക്ഷിച്ചിട്ട് 271 വർഷക്കാലമാണ് ഇതിന് തടസ്സം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതെത്ര പുണ്യമാർന്ന നദിയായിരുന്നു. നമ്മുടെ ധർമ്മത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ വേണ്ടിയിട്ട് എത്ര തീവ്രമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം, നൂറ്റാണ്ടുകൾ അതിനെ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത്. അത് നമ്മുടെ മുന്നിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഒരു പുണ്യാത്മാവ് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമിജി. അദ്ദേഹം ജനിച്ചത് തന്നെ ഇതാണ് ഉദ്ദേശം, കേരളത്തെ മാറ്റിമറിക്കാൻ, സനാതനധർമ്മത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. ഞാനും മറ്റ് സന്യാസിമാരും ഒരുപാടുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, എവിടെയോ ജനിച്ചു, എവിടെയോ ഒന്ന് വന്നു, കേരളത്തിൽ വന്ന് പാരച്യൂട്ടെന്ന് നിങ്ങൾ മീഡിയക്കാർ പറയുന്ന പാരച്യൂട്ടെന്ന് പറയുന്ന മാതിരി പാരച്യൂട്ടിൽ വന്ന് ഇറങ്ങുക ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇത്രയും മഹാത്മാവ് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട് എവിടെയോ ജനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ കാലം വരേണ്ടി വന്നു.
അല്ലേ? അദ്ദേഹവും പൂർവ്വ ആശ്രമത്തിൽ ഒരു ഇന്ന് ഭരിക്കുന്ന ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. ദൈവം എന്നൊന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ആൾക്കാരുടെ ഭാഗമായിരുന്നു. ഇന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ ഒരു അറിവ് ഓരോ നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ മനസ്സിലേക്കും കടന്നുപോകും. വേണ്ടത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മവിശ്വാസികൾക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മളുടേത് ആര് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ അന്ന് നമ്മൾ ജയിച്ചു, അന്ന് നമ്മുടെ ധർമ്മം ജയിച്ചു. കാലമായിരിക്കുകയാണ് ധർമ്മത്തിൻ്റെ വിജയം തന്നെ. ആൾക്കാർ ഒഴുകിയെത്തുകയല്ല ഇങ്ങോട്ട്. ഈ ഒഴുക്ക് തടയാൻ ആരെയും കൊണ്ടും സാധിച്ചിട്ടുണ്ടോ? സാധിക്കില്ല. ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ ലോകത്ത് നിന്ന്, ഞാൻ വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. അങ്ങനെ ഏതെല്ലാം പ്രദേശത്ത് നിന്ന് ഇന്നലെ തന്നെ ഞാൻ പല പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ളവരുടെ ആൾക്കാർ ഇനിയും വരാനുണ്ട്. ഈ ഒഴുക്ക് പോരാ. എന്നെ ശ്രവിക്കുന്ന സന്യാസി വര്യന്മാർ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു. എന്നെ ആരും ക്ഷണിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് എൻ്റെ ധർമ്മത്തിൻ്റെ ആവശ്യമാണ് ഞാനിവിടെ വരിക എന്നുള്ളത് കൊണ്ടാണ്. ആരും എന്നെ ശ്രവിക്കുന്ന എല്ലാ സന്യാസിമാരും, ഓരോ സനാതന ധർമ്മ വിശ്വാസിയും ശ്രദ്ധിക്കുക. നമ്മളെ ക്ഷണിക്കുവാൻ നമ്മൾ മാത്രമാണുള്ളത്. നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഓരോ ക്ഷണിതാക്കളാവണം. നമ്മളെ ആരും ക്ഷണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ ആരും ഇരിക്കരുത്. പുറത്തിറങ്ങുക, ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക. ഇതാണ് എനിക്ക് പറയുന്നത്. ഇനി അങ്ങയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഗോശാല നടത്തുന്നുണ്ട് ഡൽഹിയിൽ എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ അംഗവൈകല്യമുള്ള പശുക്കളെയാണ് നോക്കുന്നത് എന്ന് കേട്ടു. തികച്ചും കേൾക്കുമ്പോൾ തന്നെ വളരെ ധന്യമായി തോന്നിയ ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത്തരം ഒരു ആശയത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് എന്നിലേക്ക് പോകുന്ന ഒരു ചോദ്യമായതുകൊണ്ട് അധികമൊന്നും പറയണമെന്നില്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്. എല്ലാവരും അത് ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡൽഹിയിൽ തന്നെ ഗോശാല എന്ന് പറയാൻ ഒക്കില്ല. അതിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ഗോരഖ്നാഥ് പശു ചികിത്സാലയം എന്നാണ്. പക്ഷേ നാട്ടുകാർ അവിടെ പശു ഉള്ളത് കൊണ്ട് ഗോശാല എന്നും വിളിക്കുന്നു. ഗോശാല തന്നെ. ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന പശുക്കളെല്ലാം ഒന്നിൽ ആസിഡ് ഒഴിച്ച പശുക്കൾ, ആസിഡ് ഒഴിച്ച അതിൻ്റെ തൊലിയെല്ലാം വ്രണപ്പെട്ടിരിക്കുന്ന പശുക്കൾ, വാള് വെച്ച് കട്ട് ചെയ്ത പശുക്കൾ, കാല് വെട്ട് മുറിച്ച പശുക്കൾ, ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് കരുതുക? എൻ്റെ മിത്രങ്ങളാണ്. പണ്ട് ആരുടെയൊക്കെ അമ്മമാരെയും പെങ്ങന്മാരെയും പിച്ചി ചീന്തിയ വർഗത്തെ ഫോളോ ചെയ്യുന്നവരാണ് എൻ്റെ മിത്രങ്ങളാണ്. അവർക്ക് ആ ബോധം ഇതുവരെ വന്നിട്ടില്ല. അവരാണ് എൻ്റെ മാതൃതുല്യായ പശുവിനെ വെട്ടുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്കൊരു പുനർജീവനം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗോശാലകളാണ് ആവശ്യം. പാൽ കറക്കുന്ന ഗോശാലകളെക്കാട്ടിലുപരിയായിട്ട് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നതായിട്ടുള്ള മാതൃതുല്യരായിട്ടുള്ള ഗോക്കളുണ്ട്. അവരെ ശുശ്രൂഷിക്കണം എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് ഏകദേശം 150-ൽ പരം ഈ ആശ്രിതർ വേണ്ടിയ പശുക്കൾ നമ്മൾക്ക് അവിടെ പരിപാലിക്കാൻ വന്നിരിക്കുന്നവരെല്ലാം നല്ല മസിലുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ്. ഈ കാളകളെയൊക്കെ പശുക്കളെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. നന്ദിയെ കണ്ടാൽ എന്ത് ഐശ്വര്യമാണെന്നറിയാം ഞങ്ങളുടെ ഇവിടുത്തെ പാലയല്ല. അങ്ങനെയുള്ള 200-300 ടണ്ണുള്ള പശുക്കളെയൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. ടണ്ണെന്ന് വെച്ചാൽ 200-300 കിലോ. ഭാഷ്യം തെറ്റാണെങ്കിൽ മലയാളം അത്ര കാര്യമായിട്ടില്ല. അങ്ങനെ ഒരു ഗോശാലയാണ് നമ്മളത്. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല. നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെലവഴിക്കുന്നു. അതാണ് എന്നെക്കുറിച്ച് പറയുന്നത്. പിന്നെ ധർമ്മത്തിൻ്റെ എവിടെ മനസ്സറിഞ്ഞ് ആരെന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം എന്നുമുണ്ട്. ആവുന്ന തരത്തിൽ അവരോടൊപ്പം സഹകരിക്കും. അത്രമാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഭാരതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഭാരതത്തിലെ ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം സനാതന ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കാലഘട്ടം ഭാരതത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു ഭാരതത്തെ നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ സ്വത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മടക്കയാത്രയാണ് നമ്മുടെ ആധ്യാത്മികമായ രീതികളിലേക്ക്, സനാതന ധർമ്മത്തിലേക്ക്. ആ യാത്രയിൽ ഒരു സാധാരണ വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതൊരു വലിയ ചോദ്യമാണ്. സാധാരണ വ്യക്തി
എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ തിരിച്ചറിവ് അത് പകരുവാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ ഒരുപാട് സന്യാസി വര്യന്മാരുണ്ട്. ഒരു ക്ഷേത്രം, നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കുക, ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ചിട്ടകൾ എങ്ങനെ വേണം എന്നുള്ളൊരു രീതി അത് മാറ്റിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാറ്റം വരും. ഒരു ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്രയ കേന്ദ്രമായി മാറണം. ഇന്നത്തെ നിലനിൽപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് തൊഴുതിട്ട് പോകാം. തൊഴുത ഇത്തിരി നേരം ഭഗവാനെ കണ്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഭഗവാനെ കണ്ട് തൊഴുതിട്ട് പോകാം. അത്ര മാത്രമേ നമുക്ക് നടക്കുന്നുള്ളൂ, അല്ലേ? പക്ഷേ ഒരു ക്ഷേത്രം നമ്മുടെ വിശ്വാസികളുടെ ഒരു ആശ്രയ കേന്ദ്രമായി മാറണം. ആശ്രയ കേന്ദ്രമായി മാറണമെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. മറ്റുള്ള ധർമ്മങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ എപ്പോഴും ആശ്രയ കേന്ദ്രങ്ങളാണ്. നമ്മുടേതല്ല. നമ്മുടെ അങ്ങനെ ആക്കിയെടുക്കണം. ക്ഷേത്രങ്ങൾ ആശ്രയ കേന്ദ്രങ്ങളാകണം. അന്നദാനം നടത്തിയതുകൊണ്ട് മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു സനാതന ധർമ്മ വിശ്വാസ സമൂഹത്തെ കൊണ്ടുവരാനുള്ള ചുമതല ഈ ക്ഷേത്രങ്ങൾക്കുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ ക്ഷേത്രങ്ങളില് തർക്കങ്ങള്, വിവാദങ്ങള്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെമിനാറുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ന് അതില്ല. അത് ഇങ്ങനെയുള്ള കുംഭമേള അതിനൊക്കെ തുടക്കമാണ്. വരും കാലങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കേൾക്കാനും അങ്ങനെ ഒരു മാറ്റം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ആചാര്യന്മാർ വേണം. ഇന്ന് ആചാര്യന്മാരില്ല. ഒരു ആചാര്യൻ അത് നടത്തിപ്പുകാരൻ. ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയാണ് ഭരിക്കുന്നത്. പൂജാരിക്ക് കൊടുക്കുന്ന ശമ്പളമാണ്. ആലോചിക്കണം, പൂജാരികൾക്ക് കൊടുക്കേണ്ടത് ദക്ഷിണയാണ്. ഇന്ന് അവർ ഒപ്പിട്ട് വാങ്ങിക്കുക. അവരൊരു ജോലിയായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്, നിഷ്ഠയോടെ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് കാണുന്നത് നമ്മുടെ ധർമ്മം നശിച്ചു പോകാനുള്ള കാരണം. ഓരോ ക്ഷേത്രങ്ങളിലും ആചാര്യന്മാർ വരുന്ന കാലം വിദൂരമല്ല. ഓരോ ക്ഷേത്രവും സനാതനധർമ്മ വിശ്വാസികൾക്ക് അഭയകേന്ദ്രമായി മാറുന്ന കാലം വിദൂരമല്ല. അതിനുള്ള തുടക്കമാണ്. അത് കേരളത്തിൽ നിന്നും തുടങ്ങിയിരിക്കും. എനിക്ക് വിശ്വാസമുണ്ട്. ഓരോ സനാതന ധർമ്മവിശ്വാസിയും അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നടക്കൂ. അത് നടന്നിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഗവർണർ ഇവിടെ ധ്വജാരോഹണത്തിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അയോധ്യയിലേക്ക് ശ്രീരാമൻ എത്തിയതുപോലെയാണ് തിരുനാവായിലേക്ക് മാമാങ്കം അല്ലെങ്കിൽ മഹാമാഘമേള എത്തിയത് എന്നാണ്. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഇത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭാരതം മൊത്തം, ലോകത്തെ നമ്മൾ എടുക്കുന്നില്ല, ഭാരതം മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സനാതനധർമ്മത്തെ ഇത്രമാത്രം, അവിടെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. സനാതനധർമ്മത്തിൻ്റെ മൂല്യം ഇത്രയെങ്കിലും അവശേഷിച്ചിരുന്നത് കേരളമാണ്. മുഗളിൻ്റെ സാമ്രാജ്യകാലത്തായാലും കേരളത്തിലാണ് കുറച്ചെങ്കിലും സനാതനധർമ്മത്തിൻ്റെ മൂല്യം ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ദുഷ്കർമ്മികൾ, രണ്ടാൾക്കാർ നമ്മളുടെ കേരളത്തെ തന്നെ ടാർഗറ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നിരിക്കുന്നത് മറ്റുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് നോക്കുന്നുണ്ടേ കേരളത്തിലാണ്. കേരളത്തിൽ അവശേഷിച്ചിരുന്ന ഗുണങ്ങൾ അത് മാറ്റിമറിക്കപ്പെടുന്ന ഒരു കാലയളവായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ ഇവിടെ നടക്കുന്ന കുംഭമേളയോടുകൂടി അതിന് കട്ടനിടുകയാണ്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, നമ്മളുടേതാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടേതാരുണ്ടോ അവരോടൊപ്പം നിൽക്കണം. മറ്റുള്ള ധർമ്മങ്ങൾ നമ്മളെ അങ്ങോട്ട് വലിച്ചഴക്കാൻ ശ്രമിക്കും. അതെന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അവർക്കുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. ഈ ആടിനെ വെട്ടാൻ തൂപ്പ് കാണിച്ചു കൊണ്ടുപോകുന്ന മാതിരിയാണ്. നല്ല സ്നേഹത്തോടെയാണ് ബാ 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 എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത്. ശരിയല്ല? കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കഴുത്തറക്കമാണ്. നിഷ്ഠൂരമായി കഴുത്തറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ മനസ്സിലാക്കണം. അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ, ചോദിച്ചല്ലോ എന്താണ് സനാതന വിശ്വാസി ചെയ്യേണ്ടതെന്ന്, അങ്ങനെ എവിടെയെങ്കിലും ധർമ്മത്തിനെതിരായിട്ട് ആര് സംസാരിക്കുന്നുവോ, ആര് പ്രവർത്തിക്കുന്നുവോ, അത് നമ്മുടെ അച്ഛനായാലും സഹോദരനായാലും അവൻ നമ്മുടെ ശത്രുവായിട്ട് കണക്കാക്കണം. നമ്മുടെ ധർമ്മത്തിനെതിരായിട്ട് ആര് സംസാരിക്കുന്നുവോ അവൻ നമ്മളുടെ ശത്രു. ഇന്ന് ഇവിടെ വന്നപ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരമ്മയ്ക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു അവർ SFI ആണ്, മനസ്സിലായി, പക്ഷേ ഈശ്വര വിശ്വാസിയുമാണ്. ഇത് രണ്ടും കൂടെ എന്തായാലും ആവാൻ സാധിക്കില്ല. ഒരു SFI ആവണമെന്നുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസി അല്ലാതാവണം. അതാണ് അവരുടെ തത്വം പറയുന്നത്.
അല്ലേ? ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അതിലോട്ട് പോകാനൊക്കില്ല. അന്നേരം ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊന്ന് മാത്രം, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസി സമൂഹത്തോടും അവരുടെ വേഷഭൂഷാദികളോടും അവർക്കൊരു ഇഷ്ടക്കേട് ഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് കാലത്തിൻ്റെ പോക്കാണ്. ഈ ഇഷ്ടക്കേട് നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം ഈ കാലത്തിൻ്റെ മാറ്റിമറിക്കൽപ്പെടലാണ്. ഇന്നുകൊണ്ട് നിങ്ങളുടെ ആ വിശ്വാസം മാറും. അവിശ്വാസികളായ സനാതന ധർമ്മത്തിൻ്റെ പേരും ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു അവസരം കൂടിയാണിത്. നിങ്ങളുടെ കാലം, നിങ്ങളുടെ ചിന്താധാര മാറ്റണം. നിങ്ങളുടെ ധർമ്മത്തിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളും പെൺമക്കളും അമ്മയും ജീവനോടിരിക്കണോ, നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തോടൊപ്പം നിൽക്കുക. നിന്നില്ലെങ്കിൽ അവർ പിച്ച് ചീന്തപ്പെടും. ഇക്കാലം അത്രയും ഉണ്ടായതാണ്. നമ്മൾ പെഹൽഗാമിൽ കണ്ടതാണ്, മതം ചോദിച്ചുകൊണ്ട് ആണ് ജീവൻ എടുക്കുന്നതും മക്കളുടെ മുന്നിൽ വെച്ചിട്ട്, ഭാര്യമാരുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഭാരതത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായി അത് മാറുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള നിഷ്ഠൂരമായ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദയനീയമായിട്ട് തോന്നാറുണ്ട്. ഇന്ന് നടക്കുന്നു, ഇത് എവിടെയും നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന മാത്രമോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. കാണാത്തത് എന്തുമാത്രം നടക്കുന്നു. ഇന്ന് എവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. അത് നമ്മൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണാതെ എത്ര ആക്സിഡന്റുകൾ. ധർമ്മത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ പാകമായി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേതെങ്കിലും ആക്സിഡന്റിലും ആരെങ്കിലും വെട്ടിക്കൊള്ളുന്ന ഒരു കാലയളവായിരുന്നു ഇന്ന് വരെ കിടന്നു. ഞാൻ എല്ലാവരോടും പറയാം, എൻ്റെ ധർമ്മവിശ്വാസികളായ എല്ലാവരോടും പറയാം, നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കണം. നിങ്ങളെ വെട്ടിക്കൊള്ളുന്നതും നിങ്ങളുടെ വണ്ടി ഇടിച്ച് കൊല്ലുന്ന കാലം മാറിയിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് ധൈര്യമായിട്ട് സംസാരിക്കാം, ധൈര്യമായിട്ട് ധർമ്മം പ്രചരിപ്പിക്കാം. ഇന്ന് വരെ നമ്മുടെ ധർമ്മം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഈ നാരായണീയവും ഒക്കെ പഠിച്ചുകൊണ്ട് നടക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ നാരായണീയം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ശക്തരാകുന്നുണ്ട്. പക്ഷേ ആ സമയം നിങ്ങളുടെ ധർമ്മം ശക്തിപ്പെടുന്നുണ്ടോ? ചിന്തിക്കണം. എനിക്ക് തിരുവാതിരയും ഭരതനാട്യവും കളിച്ചു നടക്കുന്ന അമ്മമാരോടൊരു ചോദ്യമുണ്ട്, എൻ്റെ സഹോദരിമാരോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ തിരുവാതിര കളിക്കുന്നു, നിങ്ങൾ ഭരതനാട്യം ചെയ്യുന്നു, നിങ്ങൾ അതിൽ സന്തോഷം എത്തിക്കുന്നു, ധർമ്മത്തിന് എന്ത് കിട്ടുന്നു? അമ്മമാരെ, ആനന്ദം, നിങ്ങളുടെ ആനന്ദം മാത്രമാണോ വേണ്ടത്? ധർമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ഓരോരുത്തരും വീരാംഗനകളാകണം. എൻ്റെ അമ്മമാരും പെങ്ങന്മാരും തിരുവാതിര കളിക്കുന്നവർ മാത്രമാവരുത്, ഭരതനാട്യം കളിക്കുന്നവർ മാത്രമാവരുത്. ഓരോ എൻ്റെ സഹോദരിമാരും എൻ്റെ ഓരോ അമ്മമാരും വീരാംഗനകളായി മാറണം. അവർക്ക് വാളെടുക്കാൻ കഴിയണം. വാളെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു വെട്ടുകത്തിയെങ്കിലും എടുക്കാനുള്ള കഴിവുള്ളവരാവണം. കാലം അതാണ്. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ കൈയടിക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കുക. നിങ്ങൾ കുറഞ്ഞ പക്ഷം വെട്ടുകത്തിയെങ്കിലും ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങയെ കണ്ടതിലും സംസാരിച്ചതിലും.